വി മസ്റ്റ് വർക്ക് ടുഡേ ടു വിൻ ടുമാറോ. ഇന്ന് എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ചതാണ്. നാളെയും നമുക്ക് വേണമെങ്കിൽ ലഭിക്കാം. പക്ഷേ ലഭിക്കുന്ന നാളെ എങ്ങനെയുള്ളതായി തീരണമെന്ന് തീരുമാനിക്കുന്നത് നാളെയല്ല, മറിച്ച് അത് ഇന്നാണ്. നാളത്തെ ദിവസങ്ങൾ ജയമുള്ളതാണോ പരാജയമുള്ളതാണോ അത് എങ്ങനെ ആക്കി തീർക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നാളെയല്ല, മറിച്ചത് ഇന്നാണ്. ഈ വിൻ ചെയ്യുക എന്ന് പറയുന്നത്, സക്സസ് ആകുക എന്ന് പറയുന്നത് കുറേ പണം ഉണ്ടാക്കുന്നതോ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതും മാത്രമല്ല. അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ, നമ്മുടെ കഴിവുകൾ, നമുക്ക് നമ്മുടേതായ ഭാവനകളുള്ള ഒരു ലോകം, അവിടെയൊക്കെ നമ്മൾ വിജയിച്ചേ മതിയാകത്തുള്ളൂ. അതിന് ഇന്ന് നാം എടുക്കുന്ന ചുവടുകളും ഇന്ന് നാം ചെയ്യുന്ന പ്രവൃത്തികളാണ് നാളത്തെ വിജയത്തെ തീരുമാനിക്കുന്നത്. യെസ്, ഡെഫിനറ്റ്ലി വി ക്യാൻ ചേഞ്ച് അവർ ലൈഫ്, വി ക്യാൻ ചേഞ്ച് അവർ ഫ്യൂച്ചർ വെൻ അവർ ചേഞ്ച് അവർ പെർസെപ്ഷൻ. നമ്മുടെ കാഴ്ചപ്പാടുകളും നമ്മുടെ ദർശനങ്ങളെയും മാറ്റുകയും ആ മാറ്റുന്നതിനനുസരിച്ച് അധ്വാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തും. എന്നെ കേൾക്കുന്ന പ്രിയ യങ്സ്റ്റേഴ്സ്, നിങ്ങളോട് ബഹുമാനത്തോടും ആദരവോടും എനിക്ക് ഒന്നേ പറയാനുള്ള, നമുക്ക് കിട്ടിയ കഴിവുകളുണ്ട്, നമുക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എമനിറ്റീസ് ഉണ്ട്, ടൈമുണ്ട്. ഇതൊക്കെ നമ്മൾ എങ്ങനെയാണോ കൂട്ടിച്ചേർത്ത് ഉപയോഗിക്കുന്നത് അതനുസരിച്ചായിരിക്കും നമുക്ക് വാല്യൂ ഉണ്ടാവുന്നത്. നാളെ നിരാശപ്പെടരുത്. നമ്മൾ ആർക്കും കൊള്ളാത്തവരും സമൂഹം നമ്മളോട് പറയുന്നു നിന്നെ ഒന്നിനും കൊള്ളുകയല്ല. നമുക്കും അങ്ങനെ തോന്നുകയാണ്, ഒന്നിനും കൊള്ളാത്തൊരവസ്ഥ വന്നാൽ പിന്നെ ജീവിതം ചിലപ്പോൾ തിരിച്ചു പിടിക്കാൻ സാധ്യതകൾ കുറവാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് യൂത്തിന് ജോലി സാധ്യതകൾ കുറവാണ്. അതിൽ നിന്നും ഉരുത്തിരിയുന്ന നിരാശകൾ കൊണ്ട് ആത്മഹത്യ വർദ്ധിച്ചു വരികയും ആത്മഹത്യ പ്രവണതയിൽ നടക്കുന്ന ഒത്തിരി പേരുണ്ട് പ്രിയരെ. അതുകൊണ്ട് ഇതൊന്നും അറിയാതെ നമ്മൾ ജീവിക്കരുത്. കഴിവുള്ളവരെയാണ് ഈ ലോകത്ത് വേണ്ടത്. കഴിവ് നമ്മളിലുണ്ട്, അത് കുഴിച്ചു മൂടി വെക്കരുതെന്നാണ് ഞാൻ നിങ്ങളോട് ബഹുമാനത്തോടെ പറയുന്നത്. ഇപ്പോൾ ലഭിച്ച ഈ കാര്യങ്ങൾ ഒരർത്ഥവുമില്ല, മൂല്യവുമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ വിലയുള്ള സമയങ്ങളെ ചെലവഴിച്ചാൽ നാളെ ഒരു പക്ഷേ ഒരു വിലയും ഇല്ലാത്തവരായി തീരുവാൻ സാധ്യതകളേറെയുണ്ട്. അപ്പോൾ വില വേണോ വിലയുള്ളതാക്കി തീർക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് തികച്ചും നമ്മൾ തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ള ഒരു ധാരണ നമുക്ക് തന്നെ ഉണ്ടെങ്കിലേ ശോഭനകരമായ മനോഹരമായ ഒരു ഭാവി നമ്മളാൽ വാർത്തെടുക്കുവാൻ കഴിയത്തുള്ളൂ. ആരും നമുക്ക് വിശേഷാൽ അനുഗ്രഹിക്കപ്പെട്ടൊരു ഭാവിയുടെ പൂമാല ചാർത്തി തരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ അനേകർ വന്ന് നമ്മുടെ ഈ കഴുത്തിൽ പൂമാല ചാർത്തി തരാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള വ്യക്തമായ ഒരു അറിവും ധാരണയും വെച്ച് പുലർത്തുവാൻ ഞാൻ നിങ്ങളെ ബഹുമാനത്തോടെ ഓർപ്പിക്കുന്നു. താങ്ക് യു.